നമസ്കാരം സുഹൃത്തുക്കളെ, യാത്രാസ്നേഹിയുടെ പുതിയൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പൊതുവെ പബ്ലിക് ഇൻഫർമേഷൻസ് ആണ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പത്രമാധ്യമങ്ങളിലും മറ്റു സമൂഹ മാധ്യമങ്ങളിലെല്ലാം വരുന്നതാണ്. എങ്കിലും പലരും ഇത് ശ്രദ്ധിക്കാതെ പോകും. കാരണം ഇനി പത്രങ്ങളെല്ലാം വായിക്കുന്നവരാണെങ്കിൽ കൂടെ പലതും സെൻസേഷണൽ ന്യൂസിൻ്റെ കൂടെ ആയിരിക്കും എല്ലാവരും കടന്നു പോവുക. അതുകൊണ്ട് തന്നെ നമുക്ക് പല ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങളും അറിയാതെ പോകും. അപ്പോൾ അത് അറിയാതെ പോകരുതെന്ന് കരുതിയാണ് നമ്മൾ ഇങ്ങനെ ഒരു സെഗ്മെൻറ്റ് തന്നെ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, ഇൻഫർമേഷൻസ് എല്ലാം ഒരുപാട് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോഴൊക്കെ ഒന്നിൽ കൂടുതൽ ഇൻഫർമേഷൻസ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മൾ 2 വീഡിയോ ആണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് കർഷകർക്ക് ഉപകാരമുള്ള കാര്യമാണ്, മറ്റൊന്ന് എല്ലാവർക്കും, പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു ഇൻകം അപ്ഡേറ്റ്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ആദ്യം തന്നെ കർഷകർക്ക്, സംസ്ഥാനത്തുടനീളമുള്ള കർഷകർക്ക് ഫോട്ടോ പതിച്ച ID കാർഡ് ഇഷ്യൂ ചെയ്യുന്നു എന്നതാണ് ആദ്യത്തെ വിവരം. കൃഷി വകുപ്പാണ് കർഷകർക്ക് ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. കർഷകർ പല ആപ്പുകളിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്തരമൊരു തിരിച്ചറിയൽ കാർഡ് കൃഷി വകുപ്പ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ID കാർഡ് കർഷകർക്ക് ഇഷ്യൂ ചെയ്യുന്നത്. സെപ്റ്റംബർ 9, അതായത് ഈ മാസം 9-ാം തീയതിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. കതിർ ആപ്പ്, എയിംസ് പോർട്ടൽ, ഇതിലെല്ലാം കർഷകർ പലവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും അവരവരുടെ കൃഷിഭൂമിയുടെ ഡീറ്റെയിൽസ് സഹിതം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ആദ്യഘട്ടത്തിൽ ID കാർഡ് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. 42.14 ലക്ഷം പേര് എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരവരുടെ കൃഷിഭൂമി ഡീറ്റെയിൽസോടുകൂടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 25 ലക്ഷം പേര് മാത്രമാണ്. അവർക്കാണ് ആദ്യഘട്ടത്തിൽ ID കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. ഈ കതിർ ആപ്പും എയിംസ് പോർട്ടലുമായിട്ട് ഇവർക്ക് ഇഷ്യൂ ചെയ്യുന്ന കാർഡ് ലിങ്ക് ചെയ്തിരിക്കും. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ, ലോൺ എടുക്കാനാണെങ്കിലോ, അല്ലെങ്കിൽ കൃഷിയിലേക്ക് ആവശ്യമായ വിത്ത് സംഭരണമാണെങ്കിലോ, അല്ലെങ്കിൽ വിളവെടുപ്പുകൾ വിൽക്കാനുള്ള സാഹചര്യമാണെങ്കിലോ, അല്ലെങ്കിൽ ഇൻഷുറൻസ് പോലുള്ള സംവിധാനങ്ങൾക്കാണെങ്കിലും എല്ലാം ഈ ആപ്പ് ഉപയോഗിക്കാം. അപ്പോൾ ഈ കാർഡ് അവർക്ക് അതിനൊരു ഐഡൻറ്റിറ്റി ആയിട്ട് തന്നെ ഉപയോഗിക്കാം. അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് കർഷകർക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇത് നല്ലൊരു കാര്യമല്ലേ? അപ്പം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനോ വേണ്ടപ്പെട്ടവരാരെങ്കിലും ഒക്കെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണേ. ഇനി അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് സാമ്പത്തിക തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട 1-2 വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. വെർച്വൽ അറസ്റ്റിനെ കുറിച്ചും ഫോൺ വഴി നമുക്ക് ക്യാഷ് ആവശ്യപ്പെട്ടിട്ട് പല സംഭവങ്ങളും പറഞ്ഞിട്ട് ആളുകളെ പേടിപ്പിച്ചിട്ട് ക്യാഷ് വാങ്ങിക്കുന്നതിനെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഒറ്റപ്പാലത്ത് ഈ അടുത്ത് നടന്ന ഒരുപാട് കേസുകൾ പത്രമാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് രൂപ ഓരോരുത്തർക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ അതിൽ 1930 എന്ന നമ്പറിൽ പരാതിപ്പെടുകയും അതുപോലെ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയും ചെയ്ത ചില ആളുകൾക്ക് ഒരുപാട് രൂപ നഷ്ടപ്പെട്ടവർക്ക് ചെറിയ രൂപകൾ തിരിച്ചു കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായി. ഇപ്പം 30 ലക്ഷത്തോളമൊക്കെ നഷ്ടപ്പെട്ട ആൾക്ക് ഒരു 2.5 ലക്ഷമൊക്കെ തിരികെ കിട്ടി. അതുപോലെ 6 ലക്ഷം നഷ്ടപ്പെട്ട ആൾക്കും അതുപോലെ 2 ലക്ഷം, 1.5 ലക്ഷം അങ്ങനെയൊക്കെ തിരികെ കിട്ടിയിട്ടുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കണം. ഞാൻ ആ വെർച്വൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട വീഡിയോ ഇതിൻ്റെ കൂടെ ലിങ്ക് ചെയ്യാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കി വെക്കുക. ഇന്ന് പറയാൻ പോകുന്ന മറ്റൊരു കാര്യമാണ്, നമ്മുടെ മൊബൈൽ ഫോണിൽ ചിലപ്പോഴൊക്കെ തെറ്റായിട്ട് പൈസ കയറാറുണ്ട് അല്ലേ? അതായത് ചില ആളുകൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ പൈസ അയച്ചപ്പോൾ തെറ്റിപ്പോയി, അറിയാതെ നമ്പർ മാറിപ്പോയി, നിങ്ങൾക്ക് തെറ്റായി വന്നിട്ടുണ്ട് പൈസ, അപ്പം ആ പൈസ ഒന്ന് തിരിച്ചയച്ചു തരുമോ എന്നൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട് അല്ലേ? ചിലപ്പോൾ നമ്മൾ അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല, നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും, നമ്മുടെ തിരക്കിൽ നമ്മൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഏതെങ്കിലും ഒരു ഫണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവർ ഫോൺ വിളിക്കുമ്പോഴായിരിക്കും നമ്മൾ ഈ സംഭവം അറിയുന്നതും നോക്കുന്നതും. അപ്പം നമ്മൾ വളരെ നല്ല മനുഷ്യരായതുകൊണ്ട് എന്തിനാ മറ്റുള്ളവരുടെ കാശ് നമുക്ക് എന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ, ഇപ്പോഴാണ് എല്ലാം മൊബൈലിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഉള്ള സ്ഥലത്ത് തന്നെ ഇരുന്നുകൊണ്ട് മൊബൈലിൽ ബാങ്കിങ് ചെയ്യാവുന്നത് കൊണ്ട് തന്നെ
നമ്മൾ ഈ പൈസ തിരിച്ചയച്ചു കൊടുക്കാൻ ശ്രമിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അതായത് ഈ പൈസ വന്നിരിക്കുന്ന ആൾ ഫോൺ വിളിക്കുകയാണെങ്കിൽ അയാളോട് നമുക്കൊന്ന് ചോദിക്കാം. ഒന്നുകിൽ നമുക്ക് ഇവരുടെ ഫോൺ അറ്റൻഡ് ചെയ്യാം. അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങനെയാണ് കാര്യം പറയുന്നതെങ്കിൽ ഒന്നുകിൽ നമുക്ക് ആ ഫോൺ കട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് മാന്യമായി ചോദിക്കാം, അതായത് നിങ്ങൾ ഏത് നമ്പറിലേക്കാണ് പൈസ അയച്ചത് എന്ന്. കാരണം നമ്മുടെ മൊബൈൽ നമ്പർ 5, 8, 10 നമ്പർ മാറിയിട്ട് വരില്ലല്ലോ. ചിലപ്പോൾ അവരുടെ നമ്പറുമായി സാമ്യമുള്ള, അവർ അയക്കാൻ ഉദ്ദേശിച്ച നമ്പറുമായി സാമ്യമുള്ള നമ്പറിലേക്കായിരിക്കുമല്ലോ കാശ് വരിക. അപ്പോൾ ചിലപ്പോൾ 1, 2 നമ്പറൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നമുക്ക് അവരോട് നിങ്ങൾ ഏത് നമ്പറിലേക്കാണ് ക്യാഷ് അയച്ചത് എന്നൊന്ന് അയക്കാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നൊന്ന് ചോദിച്ചു നോക്കാം. പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ രണ്ടാമത് ഈ പൈസ അവർക്ക് അയച്ചു കൊടുക്കരുത്. നമ്മൾ ഏത് സമയത്താണ് വിളിക്കുന്നതെങ്കിലും അവരോട് പറയുക, ഞാൻ എൻ്റെ ബാങ്കുമായി ബന്ധപ്പെട്ട് ബാങ്കുകാർ നിങ്ങൾക്ക് ആ പൈസ തിരിച്ച് അയച്ചു തരും, അല്ലാതെ എനിക്ക് എൻ്റെ ഫോൺ വഴി ഇപ്പം തിരിച്ചയച്ചു തരാൻ നിർവാഹമില്ല എന്ന് പറയാം. അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, എന്താണ് ഒരാളുടെ പൈസ നമ്മുടെ അടുത്തേക്ക് നമുക്ക് അറിയാതെ തെറ്റി വന്നു, ഈ പൈസ തിരിച്ചയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ആലോചിക്കുന്നുണ്ടാവാം. അതിൽ കാര്യമുണ്ട്. കാരണം ഈ പൈസ അയക്കുന്ന ആളുകൾ എന്തെങ്കിലും തെറ്റായ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ക്രിമിനൽ ആയിട്ടുള്ള എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ, ഇവർ എന്തെങ്കിലും പിടിക്കപ്പെട്ടാൽ അവരുമായി ബന്ധപ്പെട്ട എല്ലാ സാമ്പത്തിക ഇടപാടുകളും അതോറിറ്റീസ് ചെക്ക് ചെയ്യും. അപ്പോഴായിരിക്കും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അവർക്ക് പൈസ പോയ കാര്യം അറിയാൻ കഴിയുക. അപ്പോൾ തീർച്ചയായും നമ്മളും സംശയനിഴലിലാവും. നമ്മളെയും അവർ വിളിച്ച് ചെക്ക് ചെയ്യും. അതിനുശേഷമായിരിക്കും ബാക്കി ആക്ഷൻസ് ഒക്കെ വരിക. ഒരുപക്ഷെ നമുക്ക് ഇത് സത്യസന്ധമായി പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവുള്ളൂ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊന്നും പെടാതെ ഇങ്ങനെ എന്തെങ്കിലും തെറ്റായ ക്യാഷ് വരികയാണെങ്കിൽ അത് തൽക്കാലം ഹോൾഡ് ചെയ്ത് നമ്മുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് നമുക്ക് നേരിട്ട് ബാങ്കിൽ ഒരു അപേക്ഷ നൽകാം. എൻ്റെ അക്കൗണ്ടിലേക്ക് തെറ്റായി പൈസ വന്നിട്ടുണ്ടെന്നും ആ പൈസ അതേ അക്കൗണ്ടിലേക്ക് തിരിച്ചയച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞ് അപേക്ഷ നൽകാം. അതല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നവരാണെങ്കിൽ നമ്മുടെ ബാങ്കിലേക്ക് ഒരു ഇമെയിൽ അയച്ചാലും മതിയാവും. അങ്ങനെയും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ 2 ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, ഈ 1930 എന്ന നമ്പറിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് വിളിക്കുകയും കൂടെ ചെയ്യാം. വിളിച്ചു ചോദിക്കാം, ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട്, എന്ത് ചെയ്യണം എന്നൊന്ന് വിളിച്ചു ചോദിക്കുകയും കൂടെ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചാലും മതി. അപ്പോൾ അവരെന്താണോ നമ്മളോട് പറയുന്നത് അതനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് എടുത്താലും മതി. അല്ലാതെ നമ്മൾ പെട്ടെന്ന് തന്നെ ഈ പൈസ തിരിച്ചയച്ചു കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത്. അത് മറ്റു പല അപകടങ്ങളിലേക്കും കാരണമായേക്കാം. അപ്പം ഈ 2 ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കൂ. മറ്റൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. യാത്രാ സ്നേഹി സൈനിങ് ഔട്ട്. ബൈ.